ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എയർ സൈനസസ് ഓഫ് ദ സ്കൾ എന്ന് പറയുന്നത്. ഇതും ഈ ഒരു ബോൺസ് ഓഫ് സ്കൾ ആൻഡ് തൊറാസിക് ഏജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ള ഒരു പോർഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് എയർ സൈനസസ് എന്ന് നോക്കാം. സെവറൽ cavities ഓർ ചേമ്പേഴ്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദ ബോൺസ് ഓഫ് ദ സ്കൾ. നമ്മൾ സ്കളിലുള്ള ബോൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാവിറ്റീസും ചേമ്പേഴ്സും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർ ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചേമ്പേഴ്സ് ആയിരിക്കും. ഇവരെ പറയുന്ന പേരാണ് എയർ സൈനസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്കളിലുള്ള ബോൺസിൽ നോർമലി കാണപ്പെടുന്ന എയർ ഫിൽഡ് ക്യാവിറ്റീസ് അല്ലെങ്കിൽ ചേമ്പേഴ്സിനെയാണ് നമ്മൾ എയർ സൈനസസ് ഓഫ് ദ സ്കൾ എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 എണ്ണത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. The frontal, maxillary, ethmoid and sphenoid sinuses are the paranasal sinuses. ഇതില് ആദ്യത്തെ 4 എണ്ണമായിട്ടുള്ള ഫ്രോണ്ടൽ സൈനസ്, മാക്സിലറി സൈനസ്, എത്തമോയിഡ് സൈനസ് ആൻഡ് സ്ഫീനോയിഡ് സൈനസ്, ഇതിനെ 4നെയും നമ്മൾ പാരാനേസൽ സൈനസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പാരാനേസൽ സൈനസ് എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ, വിച്ച് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ നോസ്. ഈ 4 സൈനസും നമ്മുടെ നോസുമായിട്ട്, നമ്മുടെ മൂക്കുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പാരാനേസൽ സൈനസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ദീസ് എയർ സൈനസസ് ലൈറ്റൻ ദ വെയിറ്റ് ഓഫ് ദ സ്കൾ ആൻഡ് ഗീവ് റെസൊണൻസ് ടു ദ വോയിസ്. ഈ എയർ സൈനസസ് നമ്മുടെ സ്കളിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ വോയിസിന് ഒരു റെസൊണൻസ് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യത്തെ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രോണ്ടൽ, മാക്സിലറി, എത്തമോയിഡ്, സ്പീനോയിഡ്. ഇതിനെ 4നെയും കൂടെ നമ്മൾ പാരാനേസൽ സൈനസ് എന്ന് പറയുന്നു. ഇത് നോസുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. സ്കളിന്റെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ വോയിസിന് റെസൊണൻസ് തരാനും വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഒരു പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നത് നോർമലി കാണപ്പെടുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ബോണിന്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. One on each side at the root of the nose above the inner angle of the eye. കറക്റ്റ് പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോസിന്റെ റൂട്ടിന്റെ 2 സൈഡിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഐയുടെ, കണ്ണിന്റെ ഇന്നർ ആംഗിളിന്റെ മുകളിലുമായിട്ടാണ് ഫ്രോണ്ടൽ സൈനസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോസിന്റെ റൂട്ടിന്റെ 2 സൈഡിലായിട്ടും നമ്മുടെ കണ്ണിന്റെ ഇന്നർ ആംഗിളിന്റെ തൊട്ടു മുകളിലായിട്ടുമാണ് ഫ്രോണ്ടൽ സൈനസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്സിലറി സൈനസ് ആണ്. മാക്സിലറി സൈനസിനെ നമ്മൾ ആൻഡ്രോ ഓഫ് ഹൈമോർ എന്നും അറിയപ്പെടാറുണ്ട്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാമേ. മാക്സിലറി സൈനസിനെയാണ് ആൻഡ്രോ ഓഫ് ഹൈമോർ എന്നും അറിയപ്പെടുന്നത്. ഇതിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ലൈ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ നോസ് ഇൻ ദ മാക്സിലറി ബോൺസ്. മാക്സിലറി ബോൺസിൽ നമ്മുടെ നോസിന്റെ 2 സൈഡായിട്ട്, മൂക്കിന്റെ 2 സൈഡിലായിട്ടാണ് നമുക്ക് മാക്സിലറി സൈനസ് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്തമോയിഡ് സൈനസ് ആണ്. എത്തമോയിഡ് സൈനസ് ആർ എയർ ഫിൽഡ് ക്യാവിറ്റീസ് ഇൻ ദ എത്തമോയിഡ് ബോൺ. നമ്മുടെ എത്തമോയിഡ് ബോണിലാണ് ഈ ഒരു സൈനസ് കാണാൻ സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത്, ഇറ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ യുവർ ഐസ് ബിഹൈൻഡ് ദ ബ്രിഡ്ജ് ഓഫ് യുവർ നോസ്. നമ്മുടെ മൂക്കിന്റെ പാലം, നോസിന്റെ ബ്രിഡ്ജിന്റെ തൊട്ടു പിറകിലും അതുപോലെ തന്നെ നമ്മുടെ 2 കണ്ണിന്റെ നടുക്കായിട്ടുമാണ് ഈ ഒരു എത്തമോയിഡ് സൈനസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കണ്ണിന്റെയും നടുക്കും അതുപോലെ തന്നെ നോസിന്റെ ബ്രിഡ്ജിന്റെ ബാക്കിലുമായിട്ടാണ് എത്തമോയിഡ് സൈനസ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് സ്ഫീനോയിഡ് സൈനസ് ആണ്. അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഫീനോയിഡ് ബോണിൽ കുറച്ച് ഡീപ്പായിട്ടാണ് ഈ ഒരു സൈനസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എയർഫിൽഡ് ക്യാവിറ്റി ആണ്. അപ്പം ഇതിന്റെ കറക്റ്റ് ഒരു പൊസിഷൻ വരുന്നത് നമ്മുടെ സ്കളിന്റെ ഏകദേശം സെന്ററിലായിട്ടാണ്. നമ്മുടെ നോസിന്റെയും ഐസിന്റെയും ഒക്കെ ബാക്ക് സൈഡിലും സ്കളിന്റെ ഏകദേശം സെന്റർ പോർഷനിലാണ് നമ്മുടെ ഈ ഒരു സ്ഫീനോയിഡ് സൈനസ് വരുന്നത്. അപ്പം ഇത് 4മാണ് പ്രധാനപ്പെട്ട പാരാനേസൽ സൈനസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ അടുത്തൊരു സ്ട്രക്ചർ കൂടെ ഇതിനകത്ത് നമ്മൾ പഠിക്കും. അതായത് നമ്മുടെ ടെമ്പറൽ ബോൺ ഉണ്ടല്ലോ, ടെമ്പറൽ ബോണിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സ്പേസസിനെയാണ് നമ്മൾ മാസ്റ്റോയിഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ മാസ്റ്റോയിഡ് സെൽസിൽ തന്നെ ഏറ്റവും വലുതാണ് മാസ്റ്റോയിഡ് ആൻഡ്രം എന്ന് പറയുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റോയിഡ് പ്രോസസ്സിലാണ്. നമുക്കറിയാലോ, ടെമ്പറൽ ബോണിലാണ് മാസ്റ്റോയിഡ് പ്രോസസ് ഉള്ളത്. അപ്പം ഈ മാസ്റ്റോയിഡ് സെൽസിൽ ലാർജ് ആയിട്ടുള്ള മാസ്റ്റോയിഡ് ആൻഡ്രം കാണപ്പെടുന്നത് ഈ ഒരു മാസ്റ്റോയിഡ് പ്രോസസ്സിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇയറിലുള്ള, നമ്മുടെ ചെവിയിലെ ടിംപാനിക് മെംബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പാരാനേസൽ സൈനസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അതിന്റെ കണക്ഷൻ വരുന്നത് നോസുമായിട്ടാണ്. എന്നാൽ നമ്മൾ ഇവിടെ മാസ്റ്റോയിഡ് ആൻഡ്രത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന് കണക്ഷൻ വരുന്നത് നമ്മുടെ ഇയർ, ചെവിയിലുള്ള ടിംപാനിക് മെംബ്രെയിനുമായിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് പിക്ചർ നോക്കാം.
ഇപ്പം ഇവിടെ പാരാനേസൽ സൈനസസ് ഡിഫറെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രോണ്ടൽ സൈനസ് ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോസിന്റെ റൂട്ടിന്റെ രണ്ട് സൈഡിലായിട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ ഐയുടെ ഇന്നർ ആംഗിളിന്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ഗ്രീൻ കളറിൽ കാണപ്പെടുന്നതാണ് ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മാക്സിലറി സൈനസ് ആണ്. താഴെ നമ്മൾ ആ വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോസിന്റെ രണ്ട് സൈഡിലായിട്ട് മാക്സിലറി ബോണിലാണ് മാക്സിലറി സൈനസ് കാണുന്നത്. നെക്സ്റ്റ് വൺ എത്തമോയിഡ് ആണ്. എത്തമോയിഡ് സൈനസ് നമ്മൾ ഒരു ബ്ലൂ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ രണ്ട് കണ്ണിന്റെയും നടുക്കായിട്ട് നമ്മുടെ നോസിന്റെ ബ്രിഡ്ജിന്റെ തൊട്ട് പിറകിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ആ ഒരു എത്തമോയിഡ് സൈനസ് കാണുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഫീനോയിഡ് സൈനസ് ആണ്. ആ ഒരു ഇവിടെ നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഏകദേശം നമ്മുടെ സ്കളിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് വരുന്നത്. നമ്മുടെ സ്ഫീനോയിഡ് ബോണിന്റെ ഏകദേശം കുറച്ച് ഡീപ്പായിട്ടാണ് ഈ ഒരു സൈനസ് കാണപ്പെടുന്നത്. നമ്മുടെ കണ്ണിന്റെയും മൂക്കിന്റെയും ഐസിന്റെയും നോസിന്റെയും ബാക്ക് സൈഡിൽ സ്കളിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് ഈ ഒരു സ്ഫീനോയിഡ് സൈനസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ എയർ സൈനസിനെ കുറിച്ച് ഉള്ളത്.